ജെയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. കണക്കുകൾക്കപ്പുറം സ്നേഹം കൊണ്ട് മാത്രം അളക്കപ്പെട്ട നൂറ്റാണ്ടിന്റെ ഔദ്യോഗിക ജീവിതത്തിന് സ്നേഹസാന്ദ്രമായ യാത്രയയപ്പ്. മാറാടി പഞ്ചായത്തിന്റെ സ്വന്തം പൗലോസ് ചേട്ടൻ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി. ഔദ്യോഗിക പദവികളുടെ അതിർവരമ്പുകൾക്കപ്പുറം തന്റെ സ്നേഹം കൊണ്ടും സേവനം കൊണ്ടും ഒരു പഞ്ചായത്തിന്റെ മുഴുവൻ ഹൃദയവും കീഴടക്കിയ പൗലോസ് ചേട്ടൻ സർവീസിൽ നിന്ന് പടിയിറങ്ങി. മാറാടി വജ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും വിരമിച്ച ജീവനക്കാരുമടക്കം 500ഓളം പേരാണ് സഹപ്രവർത്തകരോടും ഭരണസമിതിയോടുമൊപ്പം തങ്ങളുടെ പ്രിയപ്പെട്ട പൗലോസ് ചേട്ടന് യാത്രാമൊഴി നൽകാൻ എത്തിയത്. സഹപ്രവർത്തകർ തങ്ങളുടെ പൗലോസ് ചേട്ടനെ ആവേശത്തോടെ തോളിലേറ്റിയാണ് വിടവാങ്ങൽ വേദിയിലേക്ക് ആനയിച്ചത്. വിരമിക്കൽ സമ്മേളനം മാത്തിക്കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എത്ര ഡിഫിക്കൽട്ടായിരുന്ന സിറ്റുവേഷനിലും ഏറ്റവും നല്ലത് പുറത്തു വരുന്ന ആളുകൾക്കാണ് പിന്നീട് ഇതുപോലുള്ള യാത്രയപ്പോൾ ഇതിലൂടെ അംഗീകാരം ലഭിക്കുക. പൗലോസിനെ സംബന്ധിച്ചിലൂടെ പറഞ്ഞു ഞാൻ ഇത്ര കുറച്ച് പേരല്ലേ പ്രസംഗിച്ചോളൂ. അവർ പറഞ്ഞു പൗലോസൻ ആരോടും ദേഷ്യപ്പെട്ടിട്ടുണ്ടായില്ല. ഒരു ജോലി പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും കാണിച്ച്, ഈർഷ്യ കാണിച്ച്, അല്ലെങ്കിൽ മുഖം കറുപ്പിച്ച്, അല്ലെങ്കിൽ അതിൽ അനിഷ്ടം നീരസം പ്രകടിപ്പിച്ച് പെരുമാറിയിട്ടുണ്ടാവില്ല. അതെന്തുകൊണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് ആത്മാർത്ഥതയും സ്നേഹവും സത്യസന്ധതയുമാണ്. എങ്കിൽ ഏത് രീതിയിൽ നമ്മൾ അദ്ദേഹത്തെ പിടിച്ചു കുലിക്കാനും പുറത്തേക്ക് വരുന്ന അതായിരുന്നു. അപ്പം അതുണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും പോസിറ്റീവ് സ്പിരിറ്റും ഉണ്ട്. അതാണ് ഇന്നത്തെ യാത്രയപ്പ് സമ്മേളനം നമ്മൾ കാണുന്നത്. നമ്മൾ അദ്ദേഹത്തെ ഇന്ന് അണിയിച്ച തലപ്പാവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും യോഗ്യമായിട്ടുള്ള ഒന്നാണ്. കാരണം ഈ പഞ്ചായത്തിലെ ഏറ്റവും ഉന്നത പദവി അലങ്കരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരുപക്ഷെ നമ്മൾ നൽകുന്ന തലപ്പാവ് ഇന്ന് ആ പഞ്ചായത്തിലെ ഏറ്റവും ഇതിൽ ജോലി ചെയ്യുന്ന പൗലോസ് ചേട്ടന് നൽകുന്നതിലൂടെ മാറാടി പഞ്ചായത്തും നിങ്ങളെല്ലാവരും ചേർന്ന് നൽകിയിട്ടുള്ള ഒരു സന്ദേശവും വളരെ വലുതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡി എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തന്റെ 70ാം പിറന്നാളിന്റെ മധുരവും പേറിയാണ് പൗലോസ് ചേട്ടൻ ഔദ്യോഗിക പടിയിറങ്ങുന്നത് എന്നത് ഈ യാത്രയയപ്പിന് ഇരട്ടി മധുരമായി. വിശിഷ്ട വ്യക്തികൾക്കും കുടുംബത്തോടുമൊപ്പം ജന്മദിന കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവെച്ച അദ്ദേഹത്തെ വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും ഭാരവാഹികൾ തലപ്പാവും ഷാളും അണിയിച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ഇരുപത്തഞ്ച് വർഷത്തെ ആത്മാർത്ഥ സേവനത്തിന് മധുരപ്രതികാരമായി പഞ്ചായത്ത് ജീവനക്കാർ ചേർന്ന് അദ്ദേഹത്തിന് സ്നേഹസമ്മാനമായി നൽകിയത് ഒരു പുത്തൻ സ്കൂട്ടറാണ്. പഞ്ചായത്തിലെ പാർട്ട് ടൈം സ്വീപ്പർ എന്ന ഔദ്യോഗിക പദവിയിൽ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല പൗലോസ് ചേട്ടന്റെ കർമ്മമേഖല. സമീപത്തെ കൃഷി ഓഫീസ്, VE ഓഫീസ്, ഹോമിയോ ആശുപത്രി, പോസ്റ്റ് ഓഫീസ് തുടങ്ങി മാറാടി പഞ്ചായത്ത് ഓഫീസിന് ചുറ്റുമുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ശുചിത്വവും പരിപാലനവും അദ്ദേഹം സ്വന്തം ചുമതലയായി ഏറ്റെടുത്തു. ഉച്ചയ്ക്ക് 12 മണി വരെയായിരുന്നു ഔദ്യോഗിക സമയമെങ്കിലും മിക്ക ദിവസങ്ങളിലും വൈകിട്ട് 6 മണി വരെ ഓഫീസിൽ സജീവമായി നിന്ന് അദ്ദേഹം ജനങ്ങളെയും ജീവനക്കാരെയും സഹായിച്ചു. പഞ്ചായത്തിലെ ഫയലുകളുടെ ക്രമീകരണം പോലും അദ്ദേഹത്തിന് മനഃപ്പാഠമായിരുന്നു. ഓഫീസിനെ തന്റെ വീടുപോലെയും അവിടെയുള്ളവരെ സ്വന്തം മക്കളെയും സഹോദരങ്ങളെയും പോലെയും കണ്ട് എന്നും പുഞ്ചിരിയോടെ അദ്ദേഹം കർമ്മനിരതനായി.
പൗലോസ് ചേട്ടനോടുള്ള ആദരസൂചകമായി 2000 വർഷം മുതൽ ഇതുവരെയുള്ള ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഉൾപ്പെടെ 300ഓളം പേർ പങ്കെടുത്ത വിഭവസമൃദ്ധമായ സ്നേഹവിരുന്നും ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിരുന്നു. ആവോലി പഞ്ചായത്ത് പാർട്ട് ടൈം സ്വീപ്പർ ലീലാമ്മയാണ് ഭാര്യ. വിദേശത്ത് ജോലി ചെയ്യുന്ന ജോബിൻ, ജയൂബിൻ എന്നിവർ മക്കളാണ്. മുഖത്തെപ്പോഴും മായാത്ത പുഞ്ചിരിയുമായി പടിയിറങ്ങുന്ന പൗലോസ് ചേട്ടൻ മാറാടിയുടെ മണ്ണിൽ ഒരു മാതൃകാ മനുഷ്യന്റെയും മികച്ച ഔദ്യോഗിക ജീവിതത്തിന്റെയും പച്ചയായ അടയാളപ്പെടുത്തലായി എന്നും നിലനിൽക്കും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.